കഴിഞ്ഞ ദിവസം നടന്ന ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ PSC ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരീക്ഷ എഴുതിയ കൂട്ടുകാരൊന്ന് ശ്രദ്ധിക്കുക. പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഏതൊക്കെയാണ് ആൻസേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി ആണ്, അതായത് പ്രാചീന മലയാളം, അതുപോലെ തന്നെ ആദ്യ ഭാഷ. അപ്പോൾ ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തെ ചോദ്യം, മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ആനി ബസന്റ്. മൂന്നാമത്തെ ചോദ്യം കറണ്ട് അഫയർ പാർട്ടിലുള്ള ചോദ്യമാണ്. ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, വിക്രം മിശ്രിയാണ്. നാലാമത്തെ ചോദ്യം, 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏത്? ആൻസർ ഓപ്ഷൻ സി, ഇന്ത്യൻ ഒപ്പീനിയൻ. അഞ്ചാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷവുമായി ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. അതായത് ബോസ്റ്റൺ ടീ പാർട്ടി 1973, അതുപോലെ തന്നെ അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഏതാണ്? 1776. അതുപോലെ തന്നെ പാരീസ് ഉടമ്പടി 1783, അതുപോലെ തന്നെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789. ആൻസർ ഓപ്ഷൻ എ ആണ്. ആറാമത്തെ ചോദ്യം, ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോൾ എന്നാണ്? ആൻസർ ഓപ്ഷൻ എ, 1945 ഒക്ടോബർ 30. ഏഴാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജായിട്ടുള്ള അഥവാ റെയിൽവേ കമാനപാലം ഏത് നദിക്ക് മുകളിലൂടെയാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, ചെനാബ് നദിയാണ്. എട്ടാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മർദ്ദം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ട്രോപ്പോസ്ഫിയർ ആണ്. 9, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, NH44 ആണ്. 10ാമത്തെ ചോദ്യം, ദൊഡ്ഡബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര? ആൻസർ ഓപ്ഷൻ സി, നീലഗിരി കുന്നുകൾ. 11ാമത്തെ ചോദ്യം, ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ചണമാണ്. 12ാമത്തെ ചോദ്യം എന്താണ്? ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ആൻസർ ഓപ്ഷൻ ഡി, ശരാവതി നദിയിലാണ്. ഇനി 13ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതെല്ലാം എന്നാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് വന്നിട്ടുള്ളത്. അതായത് സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവ ലക്ഷ്യങ്ങളാണ്, ശരിയാണ്. അതുപോലെ തന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 1956 വരെയാണ്, ശരിയാണ്. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനത്തിനാണ് ആദ്യ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത്, ശരിയാണ്. 14, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ PC മഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട ശരിയായവ ഏതെല്ലാം എന്നാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണെന്നാണ്. അതായത് കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും സാംഖ്യ എന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്തു, ശരിയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി, അതുപോലെ തന്നെ PC മഹലനോബിസിൻ്റെ വികസന ആസൂത്രണ നയം 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 2, 3 ശരിയാണ്. 15, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പുത്തൻ സാമ്പത്തിക നയം അഥവാ ന്യൂ എക്കണോമിക് പോളിസിയും ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെയെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ആൻസർ ഓപ്ഷൻ ബി ആണ്, 1, 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് ലോകബാങ്കിൻ്റെയും IMFൻ്റെയും നിബന്ധനകൾ അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് കേട്ടോ. അപ്പോൾ പുത്തൻ സാമ്പത്തിക നയം ഇറക്കുമതി ബദൽ വ്യാപാര നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപ്പാക്കിയത് എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി, 1, 2 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 16ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകളായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം, നിർവഹണ ചുമതല എന്നിവയിൽ നിന്ന് ഗവൺമെൻറ് പിൻവാങ്ങുക. അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക എന്നുള്ളതാണ്. 16ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 17, ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന. ഇതിനകത്ത് യോജിക്കാത്ത പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്, യോജിക്കാത്ത പ്രസ്താവന. ആൻസർ ഓപ്ഷൻ ഡി ആണ്.
18 താഴെ പറയുന്നവരിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി, സൈമൺ ജോൺസൺ ആണ്. 19 ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, ആർട്ടിക്കിൾ 16(4) ആണ്. അടുത്ത ചോദ്യം, 20ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന റിട്ടുകളും ലക്ഷ്യങ്ങളുമാണ്. ഇവയിൽ തെറ്റായത് ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്, ബാക്കിയെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 21 ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ജവഹർലാൽ നെഹ്റു ആണ്. 22 ഇവയിൽ ദ്വിമണ്ഡല നിയമസഭകൾ ഉള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി, ഉത്തർപ്രദേശും തെലങ്കാനയും. 23 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, PK തുങ്കൻ കമ്മിറ്റിയാണ്. 24 ആർട്ടിക്കിൾ 19 പ്രകാരം സ്വാതന്ത്ര്യത്തിന് ഉള്ള അവകാശം പ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി, 6 ആണ്. 25 ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി, 3 ആണ്. 26ാമത്തെ ചോദ്യം, സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഷയത്തിൽ പെടുന്നു? ആൻസർ ഓപ്ഷൻ സി, കൺകറന്റ് ലിസ്റ്റിലാണ് പെടുന്നത്. 27 ഇതൊരു മെൻ്റലബിലിറ്റി പ്ലസ് കറണ്ട് അഫെയർ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അഥവാ ABCD എന്ന് ഇവർ 4 പേരും ഉറ്റ സുഹൃത്തുക്കളാണ്. ഇതിൽ ഡി മറ്റു 3 പേരോടുമായി ചോദിച്ചു. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്? എ പറഞ്ഞു രാജീവ് കുമാർ, ബി പറഞ്ഞു ഗ്യാനേഷ് കുമാർ, സി പറഞ്ഞു DY ചന്ദ്രചൂഡ് എന്നിങ്ങനെ പറഞ്ഞു. ഇവർ 3 പേരും ഡിയോട് ഇതേ ചോദ്യം ചോദിച്ചു. ഡി പറഞ്ഞു സഞ്ജീവ് ഖന്ന എന്ന്. ഇതിൽ ആര് പറഞ്ഞതാണ് ശരി ഉത്തരം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളൊരു കറണ്ട് അഫയേഴ്സ് പ്ലസ് മെൻ്റലബിലിറ്റി ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ബി പറഞ്ഞതാണ് ശരി. അതായത് ഗ്യാനേഷ് കുമാറാണ് നിലവിലത്തെ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് വരുന്നത്. ക്ലിയർ ആണ്? അപ്പം കറണ്ട് അഫയേഴ്സ് പ്ലസ് മെൻ്റലബിലിറ്റി ആണ് ഒരു ക്ലാസ്സാണ്. അത് പറഞ്ഞപ്പോഴാണ് നമ്മളൊരു കറണ്ട് അഫയേഴ്സിൻ്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. താല്പര്യമുള്ള കൂട്ടുകാർ നമ്മൾ ഈ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ ടെലഗ്രാമിലാണ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ PDF നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ബേസ്ഡ് ക്ലാസ്സസ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. 6 മാസം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. അതുപോലെ തന്നെ കോഴ്സിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയാണ് ക്ലാസ് കാണുന്നത്. അതായത് 1 ഹവർ ലൈവ് സെക്ഷനാണ്. 1 ഹവർ ലൈവ് സെക്ഷൻ ക്ലാസ് ആയിരിക്കും വരുന്നത്. ലൈവിൽ കയറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് സെക്ഷൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ PDF നോട്ട്സ്. അപ്പോൾ ഇനി നിരവധി പരീക്ഷകളാണ് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത്. ഈ ഒരു പരീക്ഷയ്ക്ക് പോലും നമ്മുടെ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് മുഴുവൻ ചോദ്യങ്ങളും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പാർട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് ക്ലിയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ ആ കറണ്ട് അഫെയർ പാർട്ടിൽ നിന്നുള്ള ചോദ്യങ്ങൾ ആ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി നിരവധി പരീക്ഷകളാണ്. ബിവറേജ് LD, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS, അതുപോലെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, സിവിൽ പോലീസ് ഓഫീസർ, ഡിഗ്രി ലെവൽ എക്സാംസ്, നിരവധി പരീക്ഷകളാണ് നമുക്ക് മുമ്പിൽ വരും മാസങ്ങളിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പക്ക ആക്കി സെറ്റാക്കി തന്നെ നമുക്ക് പഠിച്ചു പോകാം. അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോകാം. ഈ ഒരു നമ്പർ നോക്കിയോ, 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ ഞാൻ അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞുതരാം. വെറും 200 രൂപ മാത്രമേ നിങ്ങൾക്ക് മുടക്കേണ്ടതായിട്ടുള്ളൂ. അത് 6 മാസത്തെ കാലാവധി ആയിരിക്കും ഒരു കറണ്ട് അഫയേഴ്സ് കോഴ്സിന് വരുന്നത്. എന്തായാലും നമ്മൾ 200 രൂപ വെറുതെ കളയുന്നൊരു 200 രൂപയല്ലേ, ഒരു ചായ കുടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ 200 രൂപ നിങ്ങളൊന്ന് മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ഞാൻ സെറ്റാക്കി പക്കയാക്കി തരാം. നല്ല അപ് ടു ഡേറ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഇനി വരുന്ന പരീക്ഷകൾക്ക് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഈ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. 28ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ അംഗമാകാൻ വേണ്ടിവരുന്ന ആവശ്യ യോഗ്യതകൾ? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1, 3 ആണ്. അതായത് ഇന്ത്യൻ പൗരനായിരിക്കണം, തിരഞ്ഞെടുക്കപ്പെടേണ്ട പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞത് 25 വയസ്സല്ല 21 വയസ്സായിരിക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ. ആൻസർ അപ്പോൾ ഓപ്ഷൻ ബി 1, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. 29 താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1, 2, 3 മാത്രം. അതായത് ബൽവന്ത് റായ് കമ്മീഷൻ, അശോക് മേത്ത കമ്മീഷൻ, തുങ്കൻ കമ്മിറ്റി.
ഇനി 30ാമത്തെ ചോദ്യം 2008 തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പം ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം, അതായത് നെൽവയലുകൾ നികത്തുന്നത് തടയുന്നു, തണ്ണീർത്തടങ്ങൾ ഉപയോഗത്തെ നിയന്ത്രിക്കുന്നു, നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിക്കാത്തവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നു. 31 രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് വെച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. രണ്ടും മാത്രമാണ്. അതായത് വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ ജീവിത ഉപകരണങ്ങൾ നൽകുന്നത് സംബന്ധിച്ച്. 31 ആൻസർ ബി ആണ്. 32ാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. സൈനോ ഏട്രിയൽ നോഡ് അഥവാ SA നോഡാണ്. 33 സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി വിറ്റാമിൻ ഡി ആണ്. 34 പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ അഥവാ മൈക്രോ ഓർഗാനിസംസ് ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ബി വിഘടനം ആണ്, ഡീകമ്പോസിഷൻ ആണ് വരുന്നത്. 35 ഡോട്ട്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ക്ഷയരോഗമാണ്. 36 കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ശൈലിയാണ്. 37 ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, HIV ആണ്. 38 പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധമാണ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി, രണ്ടും എതിർദിശയിലാണ്. 39 ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ പ്രകാശത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുമ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. 40 ഭൂമിയുടെ ഉപരിതല നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന 10 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തുവിൻ്റെ ഭാരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി 100 ന്യൂട്ടനാണ്. 41 2025 ജോൺ ക്ലാർക്ക്, മൈക്കിൾ ഡെവോട്ട്, ജോൺ മാർട്ടിനസ് എന്നിവർ ഏത് പുരസ്കാരമാണ് നേടിയത്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി നോബൽ സമ്മാനം ഭൗതിക ശാസ്ത്രത്തിൽ. 42 ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഐസോട്ടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ട്രീഷ്യമാണ്. 43 താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിൻ്റെ മർദ്ദം വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഈ പ്രസ്താവന ഏത് വാതക നിയമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ബോയിൽ നിയമമാണ്. 44 ചുവടെ കൊടുത്തിരിക്കുന്ന ലവണങ്ങളിൽ ഏതിൻ്റെ ലവണ ലായനിയുടെ pH മൂല്യമാണ് 7നേക്കാൾ കുറവെന്ന് ചോദിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി NH4Cl ആണ്. 45 2025 രസതന്ത്ര നോബൽ സമ്മാനം ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ സി മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കിനാണ്. 46 വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നത് ചിലർ, കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർഭന്ധം. ഈ വരികൾ ആരുടേതാണ്? ആൻസർ ഓപ്ഷൻ സി പൂന്താനം നമ്പൂതിരിയുടെ വരികളാണ്. 47 കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരമാരാണ്? അതായത് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി എൽദോസ് പോൾ ആണ്. പക്ഷേ പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് KM ബീന മോൾ എന്നാണ്. അപ്പോൾ അത് തെറ്റാണ്. ഫൈനൽ ആൻസർ കീ വരുമ്പോൾ എൽദോസ് പോൾ ആവുന്നതാണ് കേട്ടോ. അടുത്ത ചോദ്യം 48ാമത്തെ ചോദ്യം കേരള ഫോക്ലർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ചിറക്കൽ കണ്ണൂരാണ് കേട്ടോ. അടുത്ത ചോദ്യം 49 തപ്പുകൊട്ടി മേളമൊരുക്കി താളവടിവിൽ താവടി തുള്ളി പുലവൃത്തമാടി വിനോദ ഭാഷണങ്ങളിലൂടെ പൊട്ടിച്ചിരി വിടർത്തി അടവി തുള്ളി കോലം തുള്ളിലേക്ക് കവുങ്ങിൻ പാളയിലേക്ക് കോലങ്ങൾ. ഏത് അനുഷ്ഠാന കലാരൂപത്തെക്കുറിച്ചാണ് ഈ പറയുന്ന വിവരണങ്ങൾ? ആൻസർ ഓപ്ഷൻ ബി പടയണിയാണ് കേട്ടോ, പടയണി. 50ാമത്തെ ചോദ്യം മലയാളത്തിലെ പ്രശസ്തരായ ചില ആട്ടക്കഥാകൃത്തുകളെയും അവരുടെ ആട്ടക്കഥകളെയും ചൂടെ കൊടുക്കുന്നു. ഇവയിൽ ശരിയായി ചേർത്തെഴുതിയത് ഏതൊക്കെയാണെന്നാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 3ഉം 4ഉമാണ്. അതായത് എന്താണ്? കോട്ടയത്ത് തമ്പുരാൻ കല്യാണ സൗന്ദര്യം, ഉണ്ണായി വാര്യർ നളചരിത്രം. 51 മാത്സ് ആണ്, ലഘൂകരിക്കുക എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 17 ആണ്. 52ാമത്തെ ചോദ്യം പി ക്യൂയേക്കാൾ 5 മടങ്ങ് കൂടുതലാണെങ്കിൽ ക്യൂ പിയേക്കാൾ എത്ര ശതമാനം ചെറുതാണ്? ആൻസർ ഓപ്ഷൻ എ 80%. 53 എ ബി എന്നിവ 4:5 എന്ന അനുപാതത്തിലും ബി സി എന്നിവ 20:30 എന്ന അനുപാതത്തിലുമാണെങ്കിൽ എയും സിയും തമ്മിൽ ഏത് അനുപാതത്തിലായിരിക്കും എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി 8:15 ആണ് വരുന്നത്. 54 രാമു 36 സെക്കൻഡിൽ 400 മീറ്റർ ഓടുന്നു. അവൻ്റെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്ററാണ്? ആൻസർ ഓപ്ഷൻ എ 40 km/h ആണ്. 55 ലഘൂകരിക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ലഘൂകരിക്കുമ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 36 ആണ്.
56 തന്നിരിക്കുന്ന അനുപാതത്തിൽ നിന്ന് ചോദ്യചിഹ്നത്തിന് പകരം വരുന്ന സംഖ്യ ഏതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി 28 ആണ്. 57 ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ ഇന്നേക്ക് 65-ാം ദിവസം ഏതായിരിക്കുമെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ബുധനാണ്. 58 വാച്ചിലെ മണിക്കൂർ സൂചി 7 മണി മുതൽ 10 മണി വരെ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? ആൻസർ ഓപ്ഷൻ ബി 90 ഡിഗ്രി ആയിരിക്കും. 59ൻ്റെ ആൻസർ ഓപ്ഷൻ എ 720ഉം 60ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 123ഉമാണ്. ഇനി ഇംഗ്ലീഷാണ്. 61ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഇഡിയം ബ്ലൂ ബ്ലഡ്. ആൻസർ ഓപ്ഷൻ സി ആൻ അരിസ്റ്റോക്രാറ്റ് ആണ് വരുന്നത്. 62 ഇഫ് ഐ ഹാഡ് നോൺ യു വെയർ ഇൻ ഹോസ്പിറ്റൽ ഐ ഡാഷ് യു എന്നാണ്. ഐ വുഡ് ഹാവ് വിസിറ്റഡ് യു എന്നാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ്. 63 ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ. ദിസ് ഈസ് ആൻ അച്ചീവ്മെൻറ്റ് ഡാഷ് ഐ എം പ്രൗഡ്. ദിസ് ഈസ് ആൻ അച്ചീവ്മെൻറ്റ് ഓഫ് വിച്ച് ഐ എം പ്രൗഡ് എന്നാണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 64 റിപ്പോർട്ട് ദ ഫോളോയിങ് സെൻറ്റൻസ് എന്നാണ്. ഡോണ്ട് ടച്ച് മീ ഹീ സെഡ് ടു ഹെർ. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഹീ ടോൾഡ് ഹെർ നോട്ട് ടു ടച്ച് ഹിം. 65 ദ തണ്ടർ ഗ്രാജുവലി ഡാഷ് ആൻഡ് ഇറ്റ്സ് റംബ്ലിംഗ് ഇസ് ഹിയർഡ് ഫാർ അവേ ബിയോണ്ട് ദ വില്ലേജ് എന്നാണ്. അപ്പോൾ ഈ ഗ്രാജുവലി അബേഡ്സ് എന്നാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അബേഡ്സ് ആണ്. 66ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഡിമിനുറ്റീവ് ആണ് വരുന്നത്. 67ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ദ ബോയ്സ് ഡു ഡെയറിങ് ടാസ്ക് ആണ് വരുന്നത്. 68 ക്വസ്റ്റ്യൻ ടാഗ് ആണ്. നോബഡി നോസ് ദ ആൻസർ എന്താണ്? ഡു ദേ ആണ് വരുന്നത്. ഓപ്ഷൻ എ ഡു ദേ ആണ്. 69 ഓപ്ഷൻ ബി സൈമൾട്ടേനിയസ് ആണ് വരുന്നത്. 70ാമത്തെ ചോദ്യം, എ പേഴ്സൺ ഹൂ സ്റ്റഡീഡ് സ്റ്റാർസ് ആൻഡ് ദ യൂണിവേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ അസ്ട്രോണമർ ആണ് വരുന്നത്. ഇനി മലയാളമാണ്. 71 ശരിയായ പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി വൃഷ്ടിയാണ്. 72 സംവൃതം എന്ന പദത്തിൻ്റെ വിപരീതം എന്താണ്? ഓപ്ഷൻ ബി ആണ് വിവൃതം. 73 താഴെ പറയുന്നവയിൽ തെറ്റായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് ലേഖകൻ ലേഖക എന്നാണ്. 74 ഒഴിച്ചുകൂടാനാവാത്തത് എന്ന് ഒറ്റപ്പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി അത്യന്താപേക്ഷികമാണ് വരുന്നത്. 75 ചേർത്തെഴുതുക ആ പ്ലസ് ആൾ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി അയാളാണ്. 76 താഴെ പറയുന്നവയിൽ അല്ലിംഗ ബഹുവചനം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആൺമക്കളാണ്. 77 ശരീരം എന്ന വാക്കിൻ്റെ ശരിയായ പര്യായ പദങ്ങൾ ഉൾക്കൊള്ളുന്ന ജോഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് 1ഉം 2ഉമാണ് ശരി. അതായത് ഗാത്രം മേനിയും അതുപോലെ തന്നെ കായം വബുസുമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് 78ാമത്തെ നോക്കാം. ചക്രശ്വാസം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി അത്യധികം വിഷമിക്കുക എന്നുള്ളതാണ്. 79 പിരിച്ചെഴുതുക അത്യന്തത്തിന്. ആൻസർ ഓപ്ഷൻ സി അതി പ്ലസ് അന്തമാണ്. 80 പ്രിയാമ്പിൾ ശരിയായ മലയാള പരിഭാഷ ഏതാണ്? ട്രാൻസ്ലേഷൻ ആൻസർ ഓപ്ഷൻ ബി ആമുഖമാണ്. ഇനി സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. 81 കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 1991 ആണ്. 82 കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി മലപ്പുറമാണ്. 83 കേരളത്തിൽ നിലവിൽ പുരുഷ തടവുകാർക്കായി എത്ര ജയിലുകൾ ഉണ്ട്? ആൻസർ ഓപ്ഷൻ എത്ര തുറന്ന ജയിലുകളുണ്ട്? ആൻസർ ഓപ്ഷൻ സി 2 ആണ്. 84 തടവ് ശിക്ഷ വിധിച്ച ഒരു തടവുകാരനെ ജില്ലാ ജയിലിൽ എത്ര കാലം പാർപ്പിക്കാവുന്നതാണ്? ആൻസർ ഓപ്ഷൻ സി 6 മാസം. 85 നിലവിലെ ജയിൽ വകുപ്പ് മേധാവി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ബൽറാം കുമാർ ഉപാധ്യ. 86 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. മനുഷ്യാവകാശങ്ങൾ ഭരണഘടനയും അന്താരാഷ്ട്ര ഉടമ്പടികളും ഉറപ്പു നൽകുന്നവയാണ്. 87 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് ഏത് നിയമപ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ സി മനുഷ്യാവകാശ സംരക്ഷണ നിയമം. 88 താഴെ പറയുന്നവയിൽ ഏതാണ് മനുഷ്യാവകാശങ്ങളുടെ നിർവചനത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. എന്താണ്? വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്. 89 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? ആൻസർ ഓപ്ഷൻ ബി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നിടം വരെ. 90ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് പുറത്താക്കാൻ അനുവദിക്കുന്നത് എപ്പോഴൊക്കെയാണ്? അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ്? അതിനുള്ള കാരണങ്ങളാണ്, പുറത്താക്കുന്നതിനുള്ള കാരണങ്ങളാണ്. 91 വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഇളവ് നൽകുന്നു? ആൻസർ ഓപ്ഷൻ സി വകുപ്പ് 8(1). 92 വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 8(1)(g) പ്രകാരം ഏത് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നാണ് ഇളവ് അനുവദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി വ്യക്തികളുടെ ജീവനും ശാരീരിക സുരക്ഷയും സംരക്ഷിക്കാൻ. 93 ദേശീയ വിവരാവകാശ കമ്മീഷൻ നിയമനത്തിനുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്?
ആൻസർ ഓപ്ഷൻ സി പ്രധാനമന്ത്രിയാണ്. 94 വിവരാവകാശ നിയമം വകുപ്പ് 9 പ്രകാരമുള്ള വിവരം നിരസിക്കൽ ഏതു തരത്തിലുള്ള പകർപ്പവകാശ ലംഘനത്തോട് ആണ് കടപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി സംസ്ഥാനത്തിന് പുറത്തുള്ള വ്യക്തിയുടെ പകർപ്പവകാശം. 95 വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരം ഇൻഫർമേഷൻ എന്നതിൽ ഉൾപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവയെല്ലാം വിവരമായിട്ട് ഉൾപ്പെടുന്നവയാണ് കേട്ടോ. 96 ഫൈറ്റ് ഫോർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നത് ഏതുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി മാനസിക സമ്മർദ്ദം. 97 ഫ്രോയിഡിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് റിയാലിറ്റി പ്രിൻസിപ്പൾ പ്രകാരം പ്രവർത്തിക്കുന്നത് ഏത് ഘടകമാണ്? ആൻസർ ഓപ്ഷൻ ബി ഈഗോയാണ്. 98 ബുദ്ധി ബഹുമുഖ സിദ്ധാന്തത്തിൽ കൈനസ്തെറ്റിക് എന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ശാരീരിക ചലനങ്ങൾ കഴിവോടെ നിർവഹിക്കൽ. 99ാമത്തെ ചോദ്യം ഉത്കണ്ഠയെ ഏറ്റവും ശരിയായി വിവരിക്കുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഭയം, സംഘർഷം, ചിന്തയാണ്. 100ാമത്തെ ചോദ്യം അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ എന്നത് എന്തിനെക്കുറിച്ചാണ്? ആൻസർ ഓപ്ഷൻ ബി പ്രവർത്തിക്കാനുള്ള പ്രചോദനമാണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ, PSC പുറത്തുവിട്ട പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസേഴ്സ് ഇത്രയുമാണ്. അപ്പോൾ ഈ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷയിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സും ഒക്കെ ഒരുപാട് കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇനിയും തുടർന്നും 7ാം തീയതി ഒരു പരീക്ഷ എഴുതുന്നുണ്ട്, വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ. അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സും കറണ്ട് അഫെയർ ക്ലാസ്സും ഒക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, ആ നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പം വേഗം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് ഇനി വരുന്ന പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോവുക, ലൈവായിട്ട് തന്നെ ഇൻട്രാക്ട് ചെയ്ത് പഠിച്ചു പോവുക. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ആ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. അഡ്മിഷൻ പ്രൊസീജിയർ ഞാൻ പറയുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ എത്ര മാർക്ക്, ഈ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ, ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.